Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആക്കാൻ വിചാരിച്ചു. അന്ന് പറഞ്ഞ എല്ലാ എപ്പിസോഡും ചീത്തയെന്നല്ല പറയുന്നത് കേട്ടോ. എന്നും നമുക്ക് ഒരു പുതുമ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നൊരു സ്റ്റാർട്ടറാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടർ ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ എത്രയും വേഗം എനിക്ക് ആ കുക്കിംഗ് തീർക്കണം, എത്രയും വേഗം ആ ജോലി തീർക്കുക എന്നുള്ളതല്ല, എൻ്റെ പ്രേക്ഷകരെയും പഠിപ്പിച്ച് എന്നാൽ ആ ജോലി എളുപ്പമാക്കണം എന്ന് വിചാരിച്ചാൽ ഇന്ന് വരുന്ന ഗസ്റ്റിനോട് എനിക്ക് ഇച്ചിരി നേരം വർത്താനം പറയണം. എനിക്ക് മാത്രമല്ല എല്ലാ മലയാളികൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആനീസ് കിച്ചണിൽ വരുന്നത്. ആ ഗസ്റ്റിൻ്റെ സസ്പെൻസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് നമ്മുടെ കുക്കറിയിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എഗ് കബാബാണ് ചെയ്യാൻ പോകുന്നത്. എഗ് കബാബ് എന്ന് പറയുമ്പോൾ ശരിക്കും ഡെവിൾസ് എഗ് എന്നൊക്കെ പറയാം, പക്ഷേ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എഗ് കബാബാണ്. അതെന്നൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമാണ്. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ഉള്ളി, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചേക്കുക, ഇച്ചിരി ഉപ്പ്, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ബ്രെഡ് ക്രംസ്, കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അരിഞ്ഞിടുവാന്നേൽ അത്രയും നല്ല, പിന്നെ കുറച്ച് പച്ചമുളക്, ഇതൊരു മുട്ട അടിച്ച് വെച്ചേക്കുവാണ്. ഇതെന്നാന്നോ, മട്ടണില്ലേ, മട്ടൺ നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച് നല്ലതായിട്ട് ഇങ്ങനെ എന്നാ പറയുക മിൻസ് ചെയ്ത് വെക്കുക ചെയ്യുക, അല്ലെ മിൻസ്ഡ് മട്ടൺ മേടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മിക്സിയിൽ ഇച്ചിരി അടിച്ചെടുത്തേക്കുന്നതാണ്. അതല്ല കീമായിട്ട് മേടിക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച് വെക്കുക. പിന്നെ വേണ്ടിയത് മുട്ട പുഴുങ്ങിയേച്ച് 4ആയിട്ട് കീറുക, അല്ലെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കീറുക, അല്ലെങ്കിൽ ഒരു മുട്ടയായിട്ട് എടുക്കുക. ഏതാ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എഗ് കബാബാണ്. അതിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ, ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ, ഇതിനകത്തോട്ട് എന്നാ വേണ്ടതെന്നറിയാമോ, ഫസ്റ്റ് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എരിവ് അനുസരിച്ച് പച്ചമുളക്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അല്ലെങ്കിൽ അരിഞ്ഞു വെക്കുന്ന ഏറ്റവും നല്ല. വെളുത്തുള്ളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി മാത്രം ഇട്ടേച്ചാലും മതി. ഈ 3 സാധനവും നല്ല അസലായിട്ട് ഒന്ന് വഴറ്റണം. വഴറ്റാൻ ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും. ഒരു നുള്ളു ഉപ്പിട്ടേച്ചാൽ മതി. എന്നാന്നോ, നമ്മൾ മട്ടണയിൽ ഇച്ചിരി ഉപ്പിട്ടേച്ചാൽ വേവിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണെന്നുവെങ്കിൽ അതിനകത്തും ഒരു ഇച്ചിരി ഉപ്പ് കാണും. അന്നേരം എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേന് ഉപ്പ് നോക്കിക്കോളുക. ചിലരാണെങ്കിലുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് വരെ ഇച്ചിരി ഉപ്പിടും, കാര്യം ആ ഉരുളക്കിഴങ്ങയിൽ ഉപ്പ് പിടിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ മൊത്തത്തിൽ ഉപ്പ് ചേർക്കാനായിട്ട്. ഒരുപാട് വഴറ്റണോ ചോദിച്ചാൽ ഒരു ഇച്ചിരി വഴറ്റണം. അതൊരു എന്നാ ഉള്ളിയുടെ ഒരു പച്ചച്ചോവ മാറിയേച്ച് ഒരു ബ്രൗൺ ആയി തുടങ്ങുകയല്ലേ, അത്രയും നേരം നമ്മൾ ഇച്ചിരി വഴറ്റണം. ഇത് അത്രയും വഴറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ വെള്ളമെല്ലാം വറ്റി പോകാനായിട്ടും പിന്നെ ആണെങ്കിലും ഒരു ഇച്ചിരി സമയം ഇരിക്കാനായിട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ അത്രയും മൂപ്പിച്ചെടുക്കുന്നത്. അതല്ല നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു 2 or 3 ഉണ്ടാക്കുന്നുള്ളൂ, ഇനി ഫ്രിഡ്ജിലൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല, അങ്ങനെയാണെന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് വയന്ന് വന്നേച്ചാൽ മതി. നല്ലോണം അതായത് വഴറ്റി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റി 2-3 ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ നമുക്ക് നേരം കാണുകയല്ലോ, അന്നേരം പിന്നെ 2-3 ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നല്ല പറ്റിച്ചേച്ച് ഉള്ളി ഒരു ഇച്ചിരി വേവണം, വെന്തേച്ച് വേണം മാറ്റാൻ. ഈ മൂക്കുന്ന നേരം എന്നാന്നോ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നാന്ന് വെച്ചാൽ ആ ഒരു മണവും ഒക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ മുഴുത്ത ഇലയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടുന്നതാണ് കുറച്ചുകൂടെ നല്ല. കുഞ്ഞിലയാണെങ്കിൽ അങ്ങനെ ഇട്ടു. ഇതിപ്പോൾ രണ്ടും അല്ലാത്തയാണ്. അന്നേരം ഞാൻ ഇച്ചിരി പിച്ചി പറിച്ചിടുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില മൂക്കുന്ന ഒരു നല്ല മണമാണ്. ഈ സാധനം ഉണ്ടാക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല സ്വാദ്. പിന്നെ ചിലർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും, ചിലർക്ക് ഒക്കത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അവരവർ എന്താ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് വെച്ചാൽ മതി.
ഏതൊരു കറി ചെയ്യുമ്പോഴും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല ചതച്ചിടുന്നതിനെക്കാട്ടിലും പിന്നെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടണം എന്ന് തോന്നുവാന്നേൽ മാത്രം അരച്ച് ചേർത്ത് വെച്ചാൽ മതി. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പൊടിയെല്ലാം ചേർക്കണേ. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയെക്കാട്ടിലും ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചതച്ച മുളകാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചോവ മാറണേ. ഒന്നെങ്കിൽ കീമ നമുക്ക് വേവിച്ച് വെച്ചേച്ച് ഈ സമയത്ത് ഇതിനകത്ത് ചേർത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കീമ പച്ചക്ക് ഇരിക്കുവാണെങ്കിൽ മട്ടൺ ആണെങ്കിൽ ഉള്ള പാടാകുന്നത്. മട്ടൺ ഇച്ചിരി വേവ് ബേസിക്കലി ഉള്ളത് കൊണ്ട് നമ്മൾ വേവിച്ച് വെക്കുന്നതാണ് നല്ലത്. ചിക്കൻ ആണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് ഈ പൊടിയെല്ലാം ചേർത്തേച്ച് നമ്മൾ ചിക്കൻ കീമ ഇതിനകത്തോട്ട് ഇടണം. ഇതിനകത്തോട്ട് ഇട്ടേച്ച് കംപ്ലീറ്റ് വെള്ളം പറ്റി ഫുൾ ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ച മട്ടനാന്നു. ഫസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാൻ വയ്ക്കട്ടെ. അല്ലെ പിന്നെ അതിനായിട്ട് അങ്ങ് നേരം പോവേ. ഇതിപ്പോൾ ഒത്തിരി എണ്ണ ഒഴിക്കുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ വറുത്തെടുക്കാനാണ്, അല്ലാതെ നമ്മൾ വഴറ്റാനൊന്നുമല്ല. അതവിടെ ചൂടാവുന്ന സമയം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത സകല സാധനം മട്ടൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതും കൂടെ നല്ലോണം കുഴച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോള് ഒരു നാരങ്ങ വലുപ്പത്തിനോ അല്ലെങ്കിൽ നാരങ്ങയെക്കാട്ടിലും ഒരു ഇച്ചിരി ഒരു നല്ല മുഴുത്ത നാരങ്ങയില്ലേ എന്ന് പറഞ്ഞ കൂട്ട ഒരു ബോൾ എടുക്കണം. എന്നിട്ട് ഇത് നമ്മുടെ കൈവെള്ളയെ വെച്ചേച്ച് പരത്തണം. പരത്തി വെച്ച് മുട്ടയുടെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ ഒരു മുട്ടയോ അല്ലെങ്കിൽ മുട്ടയുടെ രണ്ടായിട്ട് ഭാഗിച്ചേച്ചോ ഏതെങ്കിലും. ഇതിപ്പം ഒരു മുട്ടയുടെ 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കീമ എടുക്കുന്ന വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഈ മുട്ട മൊത്തം ഈ കീമയ്ക്കകത്ത് കാണാത്ത രീതിയിൽ പൊതിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ഈ കൂട്ട് കുഴയ്ക്കുമ്പോഴത്തേക്ക് നല്ല അസലായിട്ട് കുഴയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിലല്ലേ വിട്ടുപോകും. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എളുപ്പ വഴിയാണ്. ഇച്ചിരി എണ്ണ തൂത്തേച്ച് കൈവെള്ളയിലോട്ട് ഒരു ഇച്ചിരി എണ്ണ തൂത്തേച്ച് ഇങ്ങനെ നമ്മൾ ബോളാക്കി എടുത്തേച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് കിട്ടുവേ. ഡബിൾ കോട്ടിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡബിൾ കോട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ മുട്ടയിൽ മുക്കിയേച്ച് ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് കോൺഫ്ലവറിൽ ഇത് ഡസ്റ്റ് ചെയ്തെടുത്തേച്ച് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയാലും മതി. ഇപ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കിട്ടുവേ. ഇതിനകത്ത് ശരിക്കും ഒരുപാട് വേവാനോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ മുട്ടയുടെ ഈ നമ്മൾ ഔട്ടർ കോട്ടിങ് മാത്രം ഒരിച്ചിരി മുരിയാനേ ഉള്ളൂ. കുറച്ച് ചെറുതായിട്ടുണ്ടാക്കിയാലും നല്ലതാണ്, പക്ഷെ മുട്ടയുടെ വലിപ്പം പോലെ ഇരിക്കും. ഇനിയിപ്പോൾ സ്ക്വയർ ആക്കിയിട്ട് മുട്ട മുറിച്ചേച്ച് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുവാന്നേലും നല്ലതാണ്. ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കുറച്ച് ആർട്ടിസ്റ്റിക്കും കൂടെ ആന്നു എങ്കിലുണ്ടല്ലോ കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അതിൻ്റെ ഷേപ്സ് ഡിഫറൻസ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് അലങ്കരിക്കുന്നത് സെർവ് ചെയ്യുന്നത് ഏത് സോസ്, ടാറ്റ സോസ് ആവാം, അല്ലെങ്കിൽ മേണേസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആവാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ഉള്ളി അരിഞ്ഞു വെച്ച് ചാന്നേലും കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇത് കുറച്ചുകൂടെ ടേസ്റ്റി ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി എല്ലാം കൂടെ വഴറ്റിയില്ലേ, അതെല്ലാം വഴറ്റി കഴിഞ്ഞ ഉടനെ കീമ ഇല്ലേ, ചിക്കൻ കീമ ആണെങ്കിൽ അങ്ങനെ ആ കീമ നല്ലോണം വെള്ളം എല്ലാം കൂടെ ഡ്രെയിൻ ഔട്ട് ആയി കഴിയുമ്പോൾ വേവിക്കുന്നതിന് മുമ്പാണ് കഴുകി നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കുകയല്ലേ, അന്നേരം വെള്ളം മുഴുവൻ പോയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ തന്നെ ബാക്കി നമ്മൾ വഴറ്റിയതും
ഈ കീമായും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ടേച്ച് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അത് പക്ഷേ കുറച്ച് സമയം എടുക്കും. കാര്യം ചിക്കൻ വെന്തിട്ടില്ല. അപ്പം കുറച്ച് വേവുന്ന സമയം കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്ര എണ്ണ ഒഴിച്ചാൽ പോരാ, നിറച്ച് എണ്ണ ഒഴിച്ചാലേ ചിക്കനും കൂടെ വേവത്തുള്ളൂ. പക്ഷേ കുറച്ച് അടച്ചിട്ട് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ജ്യൂസി ആയിരിക്കും. അതായത് ആ ചിക്കൻ്റെ സ്റ്റോക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളത് കഴിക്കുമ്പോൾ തന്നെ നല്ല ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യും. ആ സ്റ്റോക്ക് ഉള്ളപ്പോൾ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇത് ഈ പറഞ്ഞ പോലെ കട്ട്ലേറ്റ് പോലെ ഇച്ചിരി ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് സോസിൻ്റെ കൂടെ കൊടുക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? പിന്നെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അരിസ്റ്റോ സുരേഷ് ചേട്ടനാണ് വരുന്നത്. സുരേഷ് ചേട്ടാ, സുരേഷ് ചേട്ടാ എന്നാ ഉണ്ട് വിശേഷം എന്ന് വേണം ആദ്യം ചോദിക്കാം. എന്നാന്നോ സുരേഷിൻ്റെ വിശേഷം എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാർക്കെല്ലാം അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് ഇനി പുതിയ എന്നൊക്കെ വിശേഷമുണ്ട്? പുതിയ വിശേഷം എന്ന് പറഞ്ഞത് സിനിമ തന്നെയാണ്. ഇപ്പൊ പുതിയ ഏതാ ചെയ്യുന്നത് സുരേഷ്? ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമ വള്ളിക്കെട്ട്, ഇനി പിന്നെ കോളാമ്പി, ചിലപ്പോൾ പെൺകുട്ടി, അവൾക്കൊപ്പം, അങ്ങനെ തുടങ്ങിയ സിനിമകളാണ്. സുരേഷേട്ടൻ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് ഒരു പാട്ട് ഭയങ്കര ഹിറ്റായി. ഓരോ ഫിലിമിലും സുരേഷേട്ടൻ്റെതായ പാട്ടുകൾ മിക്ക ഫിലിമിലും വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സിനിമയിലൊക്കെ സുരേഷേട്ടൻ പാടിയിട്ടുണ്ടോ? വള്ളിക്കെട്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. അത് മുന്നേ ഉള്ളൊരു പാട്ട് തന്നെയാണ്. പിന്നെ അവൾക്കൊപ്പം എന്ന സിനിമയ്ക്ക് അതിന് വേണ്ടിയിട്ട് എഴുതിയ പാട്ടാണ്. സുരേഷേട്ടൻ തന്നെ ചെയ്യുന്ന? എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ സുരേഷേട്ട. ഈ ഓർക്കസ്ട്ര ഞാനല്ല ചെയ്യുന്നത്, അത് ഓർക്കസ്ട്ര ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. പാട്ടും വരികളും അതിൻ്റെ സംഗീതവും ഒക്കെ. അത് സംഗീതം എന്ന് പറഞ്ഞത് ഞാൻ സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളല്ല, ശാസ്ത്രീയ സംഗീതമൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ അങ്ങനെ ചിട്ടയോടെ ട്യൂൺ ചെയ്തുള്ള പാട്ടൊന്നും ആയിരിക്കില്ല. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്യൂണ് വരും, ആ ട്യൂണിന് പറ്റിയ ഒരു 2 വരി എഴുതും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് അത് തന്നെ വരുന്നതാ. അത് ശരിക്കും ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ സുരേഷിന്റെ ഹിറ്റായ പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. സുരേഷിന്റെ എല്ലാരും കേട്ടതാ, എന്നാലും ഇപ്പോഴും അതൊരു എവർഗ്രീൻ ആണ്. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണേ നിനക്കെന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകെ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ പോകുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. ഇത് എത്ര കേട്ടാലും മതിയാവുമല്ലോ. വെച്ചാൽ സുരേഷിന്റെ അത് ശരിക്കും ഇനി എത്ര കാലം ചെന്നാലും ഇനി എത്ര ജനറേഷൻ വന്നാലും ഈ പാട്ട് മറക്കുകയില്ല. ശരിക്കും സുരേഷിന്റെ ഈ വരികൾ എങ്ങനെ വന്നതാ? നിറം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ മിഴിയറിയ ആ ഒരു പാട്ട് ഹിറ്റായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പാട്ടുകൾ പാടി നടക്കുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ചെക്കനോട് ആർട്സ് കോളേജിൽ എന്തോ പഠിക്കുന്നു, ഞങ്ങൾക്ക് ആർട്സ് കോളേജിലെ കുട്ടികൾക്ക് പാടാൻ പറ്റിയൊരു പാട്ട്, ഇങ്ങനെ പെൺകുട്ടികൾക്ക് പറ്റിയൊരു പാട്ട് എഴുതി തരുമോ? അങ്ങനെ ഞാൻ അത് എഴുതി കൊടുത്തു. അത് എഴുതുമ്പോൾ ആദ്യം മുത്തേ പൊന്നെ എന്ന വരി അതിലില്ലായിരുന്നു. അത് എന്തിനു പെണ്ണേ നിനക്കെന്ന് അങ്ങനെ തുടങ്ങുന്ന വരികളായിരുന്നു. പക്ഷേ കുറേ പാടി തന്നപ്പോൾ എനിക്ക് തോന്നി ട്യൂണിൽ എവിടെയോ എന്തൊരു കുഴപ്പമുണ്ട്, അതങ്ങനെ തുടങ്ങേണ്ട പാട്ടല്ല എന്ന് തോന്നി. അതിനുശേഷം പിന്നെ ഞാൻ പിന്നീട് എഴുതി, അല്ലെങ്കിൽ ട്യൂൺ ഉണ്ടായിരുന്നു. അത് ആ എന്തിനു പെണ്ണേ നിനക്ക് ഇങ്ങനെ പാടുമ്പോൾ അതെന്തോ പകുതിയിൽ കയറി പാടി പോകുന്നത് പോലെ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മളൊത്തിരി പാട്ട് കേട്ട് വളർന്നിട്ടുള്ളവരാണല്ലോ, എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ നടന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ വന്നതാണ് മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്നുള്ളത്. അവിടെ പാടി അല്ല, അതിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവന് പാടാൻ ഇത് കൊടുത്തത്.
അത് ശരി. ഓക്കെ. ആ പുള്ളി അവിടുത്തെ ഹീറോ ആയി കാണും ഇത് പാടിയതിനു ശേഷം, ഉറപ്പ്. സുരേഷിന്റെ ശരിക്കും കുഞ്ഞുനാൾ മുതലേ ഒരു കലാകാരൻ സുരേഷിന്റെ ഉള്ളിലുണ്ട്. ആ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര അടുത്തിരിക്കുന്ന കുട്ടികളെ പേനയും പെൻസിലൊക്കെ ഭയങ്കര മോഷണമായിരുന്നു. കള്ളനായിരുന്നു. മോഷണം കലയല്ലേ? അതിപ്പോ ഞാൻ അറിയുന്നത്. സോറി, മോഷണം കലയാന്നോ പറയാറ്? ഇതാദ്യമായിട്ട് ഞാൻ കേൾക്കുവാ. അല്ല, കുട്ടിക്കാലത്ത് ഒരു കലാകാരൻ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഞാൻ ആദ്യം അങ്ങനെയാണ് തുടങ്ങി. മോഷണം കുട്ടികളുടെ സ്കൂൾ ബാഗിനകത്തിരിക്കുന്ന പെൻസിൽ, പേന, കുട്ടികളുടെ മാസികകൾ, അക്കാലത്തെ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, ലാലുലീല, ബാലഭൂമി, ഇതെല്ലാം അടിച്ചു മാറ്റും. ഇതൊക്കെ അടിച്ചു മാറ്റും. ഓക്കെ. വലുതായപ്പോ എങ്ങനെ വളർന്നു? വലുതായപ്പോൾ പിന്നെ മോഷണം പള്ളികളിലും അമ്പലത്തിൽ ചെരുപ്പായിരുന്നു. സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഒരു വിഘ്നേശ്വര കുട്ടിക്കാലം എൻ്റെ അവിടെ ആയിരുന്നു ഞങ്ങൾ. ഇപ്പോൾ അത്തരം കുട്ടികളൊന്നും അവിടെ കാണാനൊന്നുമില്ല. ഇപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ പറഞ്ഞു വരുന്നത് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. പണ്ട് ഞങ്ങൾക്കൊക്കെ ഇരിക്കാനും കളിക്കാനൊക്കെ കൈവരി കൊണ്ടായിരുന്നു. അന്ന് ഈ ബുക്കിംഗ് ഓഫീസൊന്നും അവിടെ വന്നിട്ടില്ല റെയിൽവേയുടെ. അപ്പം ആ പറമ്പൊക്കെ ഞങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോഴവിടെ നിന്ന് ഈ സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴാൻ വരുന്ന പലരുടെയും ചെരുപ്പടിച്ച് മാറ്റുക, ചാല മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തമ്പാനൂർ പള്ളിയിൽ നിന്ന്. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് സുരേഷ് പറഞ്ഞുതരൂ. എന്നിട്ട് പള്ളിയിൽ ഉച്ചയ്ക്ക് നിസ്കാര സമയം 12 മണി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച കുറച്ച് തിരക്ക് കൂടുതലാണ്. അപ്പം നമുക്ക് വെള്ളി വരെ സ്കൂളുണ്ടല്ലോ. അപ്പോൾ ശനി ഞായറാണ് സിനിമ കാണാൻ പറ്റിയ സമയം. അപ്പോൾ ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് സ്കൂൾ വിടുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഉണ്ണാൻ വരുന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ചെരുപ്പ് ബാഗിനകത്ത് കേട്ട് പോകും ചാല മാർക്കറ്റിൽ. അപ്പോൾ അവർ ഈ പുതിയ ചെരുപ്പാണെന്ന് കണ്ടാൽ അവർ ചിലപ്പോൾ എടുക്കില്ല. അതിന് ഞങ്ങൾ അത് കത്തിയിട്ടൊക്കെ കീറി ചേരൊക്കെ ആക്കി പഴയതാക്കി കൊടുക്കും. അന്ന് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. അതിന് എങ്ങനെ അത് വിൽക്കണമെന്നൊക്കെ ആലോചിച്ചാ പോകുന്നേ. ഓക്കെ. എന്താ ചെയ്ത് വീട്ടിലൊന്നും പിടിക്കുവല്ലേ? ഇങ്ങനെയൊക്കെ ഒരിക്കൽ പള്ളിയിൽ പിടിച്ച് കെട്ടി വെച്ചു തെങ്ങില്. അങ്ങനെ വീട്ടുകാർ വന്നിട്ടാണ് പറഞ്ഞിട്ട്. ഇതേതാണ്ട് ലാൽ സാർ ലേലു വല്ലു പറഞ്ഞ പോലെ ആയെന്ന് തോന്നണ്ടേ. പള്ളി അവർ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടാണ് വിട്ടത്. തല്ല് തന്നോ? തല്ലില്ല, അത് പിടിച്ച് കെട്ടി വെച്ചു, പേടിപ്പിക്കാൻ വേണ്ടി കെട്ടിയൊക്കെ വെച്ചു. ഞാൻ പിന്നീട് ആ പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് ചെരുപ്പ്. കെട്ടി വെച്ചു. അതൊക്കെ ഒരു കുട്ടിപ്രായത്തിലാണ്. ഞാൻ 6ലും 7ലൊക്കെ പഠിക്കുന്ന സമയം. ഈ കല എപ്പോഴാണ് നിന്നേ? അതോ നിർത്തി? അതും പിന്നെ മുതിർന്നപ്പോൾ മോശമായിട്ട് തോന്നിയേച്ച് സ്വയം അങ്ങ് വിട്ടതാണ്. പിന്നെ ഈ കല എപ്പോ കയറി? നമ്മുടെ പാട്ട് അത് പാട്ട് എപ്പോഴാണ് വരിക? അതൊരു എനിക്കൊരു 19-18 വയസ്സൊക്കെ ഉള്ളപ്പോൾ പാട്ടിൻ്റെ. അതിനു മുമ്പേ ഞാൻ ഈ തിരക്കഥയിലായിരുന്നു കമ്പം. ശരി. അപ്പൊ നാടകത്തിനൊക്കെ എഴുതി കൊടുക്കോ? ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അതിന് മുന്നേ ഈ സ്കൂൾ പ്രായത്തിലൊക്കെ ഈ അമ്മയുടെ സാരിയൊക്കെ എടുത്തിട്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ നാടകം കളിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഈ തിരക്കഥ എഴുതിയിട്ട് എന്തോ ചെയ്യുന്ന മംഗളത്തിൽ അങ്ങനെ പ്രസിദ്ധീകരിക്കും? ഇല്ല, അത് ഇപ്പം കൂട്ടുകാരൊക്കെ വായിച്ചാൽ അവർക്ക് ഇഷ്ടമാകുമ്പോൾ അടുത്ത ഒരു സംഭവത്തിലേക്ക് പോകും. എന്ത് ചെയ്യും ആ തിരക്കഥ? എന്ത് ചെയ്യും? സംഭവം കുറേ കാണണം അവിടെ. നാടകത്തിൻ്റെ അല്ല, ഞാൻ സിനിമയുടെ തിരക്കഥ എഴുതാം. അപ്പൊ ഏത് വന്നിട്ടുണ്ടോ അങ്ങനെ സിനിമയിലായിട്ട് ചേട്ടൻ എഴുതിയത്? തിരക്കഥ സിനിമയിൽ വന്നിട്ടില്ല. പക്ഷെ ഞാൻ എഴുതിയ തിരക്കഥ 1-2 സിനിമ ആയിട്ടുണ്ട്. അതേതാ ചേട്ടാ? അതിലെൻ്റെ പേരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് സിനിമയുടെ പേര് പറയാൻ പറ്റില്ല. അത് പിന്നെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ ഒരു എന്താ പറയുക ഗോഡ് ഫാദർ എന്ന് തന്നെ പറയാം, രാഷ്ട്രീയ നേതാവ് സുന്ദരേശൻ മാമൻ എന്ന് വിളിക്കുന്നത്, സുന്ദരേശൻ നായർ. അദ്ദേഹം എൻ്റെ ഒരു ബുക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അറിയാണ്ടാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയോ? തിരുത്തൊക്കെ ചെയ്ത്? ഇല്ല, അത് തിരുത്തൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ ഉണ്ണിയാർ പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി, മുത്തേ പൊന്ന് പിണങ്ങല്ലേ എന്ന് DC ബുക്സിന് വേണ്ടിയിട്ട് എഴുതി. അതിൽ പിന്നെ ഉണ്ണിസാറിൻ്റെ ഒരുപാട് കൈ ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ എപ്പോഴും ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതും സുരേഷ് ചേട്ടനെ ആരെ കണ്ടുപിടിച്ചേ? ഇങ്ങനെ അത് എന്താണെന്നറിയോ, ഈ തിരക്കഥകൾ 1-2 കബളിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ ആ പണി ഉപേക്ഷിച്ചു. അതായത് സുരേഷ് ചേട്ടനെ മേടിച്ചേച്ച് അവരങ്ങ് കാര്യം കണ്ടേച്ചു. അതങ്ങനെ 1-2 ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമാന ചിന്താഗതിയുള്ള എഴുത്തുകാർ ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ കഥ എഴുതുമ്പോൾ അവരും അതുപോലെ എഴുതിയിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ അതിൽ മടുത്തിട്ടാണ് പിന്നെ എന്നാൽ പിന്നെ പാട്ടിലൊന്ന് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ്
പാട്ടിൽ. അപ്പോൾ ഈ കലാഭവൻ മണിയൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. മണിച്ചേട്ടനും ഇതേപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, അതെല്ലാം ഹിറ്റാ. അങ്ങനെ ഞാൻ പാട്ട് പാടി. ഞങ്ങൾ അതിലൊരു ആൽബം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ നോക്കി. അപ്പോൾ അതിലൊരു പാട്ടാണ് ഇപ്പോൾ വള്ളിക്കെട്ട് സിനിമയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സംഗീത സംവിധായകൻ, അന്നേക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ സംഗീത സംവിധായകൻ്റെ പേര് വേറൊരാളുടെ പേര് വെച്ചിങ്ങനെ കണ്ടപ്പോൾ വിഷമായി. എനിക്കല്ല വിഷമമുണ്ടായ ബോംബേസ് കമൽ മാഷിന്. അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അന്ന് എൻ്റെ സംഗീതത്തിൻ്റെ ഗുരുനാഥനൊക്കെ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അന്ന് യാദൃച്ഛികമായി സ്റ്റുഡിയോയിൽ വന്ന് അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് വല്ല പരിപാടി ഇവിടെ ചെന്ന് നിർത്ത്, സംഗീതം നീയാണ് സംഗീതം, അത് നിൻ്റെ പേര് വയ്ക്കാമെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ പാതിവഴിക്ക് മുടക്കി. അപ്പോൾ ആ പാട്ടാണ് ഞാൻ ഇപ്പം വള്ളിക്കെട്ടിന് വേണ്ടിയിട്ട്, അതിലൊരു പാട്ട് വള്ളിക്കെട്ട് സിനിമ. കൊള്ളാലോ. ഇത് പണ്ട് ഈ കൃഷിക്കാർ വീട്ടിലൊക്കെ വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ വരുമ്പോൾ അത് അമ്മ ഏതാவது കൊടുങ്ക എന്ന് പറയും. പക്ഷേ നീ 2 പാട്ട് പാടുക, അതൊക്കെ പുറത്ത് തറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും പരിപാടിയാണോ ഇത്? സുരേഷ് ചേട്ടാ, ഞാൻ ആസ്വദിച്ച് പാട്ട് കേട്ടോണ്ടിരിക്കാന്. പണ്ടേ സുരേഷ് ചേട്ടാ പല്ലില്ല, അതിനൂടെ ഞാൻ ബാക്കിയും കൂടെ തീർക്കും. ഞാൻ കാര്യം പറഞ്ഞേക്കാം, എന്ത് സന്തോഷമായിട്ട്. ഞാൻ വിചാരിച്ചു അതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടായിരിക്കും, അതായിരിക്കും പറയാൻ വേണ്ടത്. പാടിച്ചിട്ട് പക്ഷേ ഇല്ല, ആ പരാതി ഇന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ദൈവമേ. ഞാൻ മുട്ടയുടെ ഭയങ്കര ആളാണ്. ഇതിനകത്ത് മുട്ട കണ്ടു, പക്ഷെ മുട്ട മാത്രമല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. മുട്ട മാത്രമല്ല, അതിന്റെ കോട്ടിങ് മട്ടൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ കട്ട്ലേറ്റിന്റെ വേറെ ഒരു ഫാമിലി, അത്രേ ഉള്ളൂ. എൻ്റെ പേര് മുട്ട കബാബ്. മുട്ട കബാബ് എന്നാ പേര് വേണേലോ വേണ്ടേ, അടുത്ത എന്നോ ആലോചിക്കുവാന്നേ. അല്ല, ആൾക്കാർ മുട്ട കബാബ് നല്ലതാന്നോ? സൂപ്പർ. ഇനി സുരേഷിന്റെ ചെയ്യാൻ പോകുന്ന സിനിമ ഏതാ? കോളംബി. അത് കഴിഞ്ഞ് അതിന് ഡബിങ് ചിലപ്പം പോകേണ്ടി വരും. പിന്നെ ചിലപ്പോൾ പെൺകുട്ടി. ആ സിനിമ കഴിഞ്ഞതാണ്, പക്ഷേ അതിനെന്തോ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാനിട്ട് താമസം. അവർ പ്രസ് ക്ലബിലൊക്കെ സമരം ചെയ്യുന്നുണ്ട് നാടകം. ഇനി ഞാൻ ചോദിച്ചു വിട്ടുപോയൊരു കാര്യം, സുരേഷ് ഇതിൽ വന്നത് ആരാ കണ്ടുപിടിച്ച് സിനിമയിലേക്ക് വന്ന് അഭിനയിക്കാൻ? അത് ഇതേപോലെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ശ്രീജിത്ത്, അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബോബി സാറെന്ന് ഞാൻ ഇപ്പം വിളിക്കും, അദ്ദേഹം കൂടി ചേർന്ന് ലാപ്ടോപ്പിൽ ഈ പാട്ട് പിടിച്ചിട്ട് ഞാനറിയാതെ സയൻസ് സാറിനെ കേൾപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സയൻസ് സാറിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇപ്പോൾ പാടാൻ തുടങ്ങുക. കാര്യം എവിടെ ഒരിടത്തും ആ പാട്ട് പാടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാട്ട് സിനിമയിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ മുത്തേ പൊന്നെ എന്ന പാട്ട് അന്ന് ഫ്ലാറ്റിൽ വെച്ചിട്ട് അവിടെ എറണാകുളത്ത് എന്നെ സാറ് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ അങ്ങനെ ഞാൻ ഈ മുത്തേ പൊന്നെ എന്ന പാട്ട് പാടുമ്പോൾ അന്നവിടെ നിവിൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരെല്ലാം ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ ഈ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. പക്ഷേ സയൻസ് സാറിന് ഇഷ്ടപ്പെട്ട പാട്ട് ഇനിയും പുറത്ത് വന്നിട്ടില്ല. അത് പുറത്ത് ഇപ്പം എന്താ അറിയില്ല, സാറിനെ അറിയാവുള്ളൂ. ആ പാട്ട് വേറെ എങ്ങും പാടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് സാറിന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്, അതെൻ്റെ ഗുരുദക്ഷിണയാണ്. അത് അദ്ദേഹം പറയുമ്പോഴേ എനിക്കത് പാടാൻ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അതും പോട്ടെ. സുരേഷിന്റെ ഇപ്പൊ ഇതുവരെ ഞാൻ വർത്താനം പറഞ്ഞതല്ലേ, എനിക്കൊരു കാര്യം മനസ്സിലായെന്നറിയോ? സുരേഷിന് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതി ആരെങ്കിലും എടുത്തു എന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടന് പരാതിയില്ല, അതിനകത്ത് ഒരു പരിഭവമില്ല. പാട്ടിന്റെ കാര്യമായാലും മ്യൂസിക്കിന്റെ കാര്യമായാലും
ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല. ഇപ്പൊ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം അതുപോലെ എഴുതിയിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് സുരേഷ്. പരാതിപ്പെടുന്നില്ല കാര്യം. നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം അത് പുറത്തു വന്നില്ല. നമ്മൾ എന്തിനാണ് അത് ചെയ്തത്? അത് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അതെ, അത് നമുക്ക് സെൽഫ് ഐഡന്റിറ്റി വേണമെന്ന് നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ആഗ്രഹിക്കില്ലേ? അതിൽ സ്വാർത്ഥതയാണുള്ളത്. ഓ, നമ്മൾ ചെയ്ത സാധനം നമ്മുടെ പേരിലൂടെ തന്നെ അറിയപ്പെടണമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അല്ല, ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ച ഓരോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ അറിയപ്പെടാനല്ലേ അദ്ദേഹം നമുക്ക് ആ കഴിവ് തരുന്നത്. അദ്ദേഹം എനിക്ക് അതിനുള്ള സമയം തന്നല്ലോ, അപ്പോൾ ഞാൻ അറിയപ്പെട്ടല്ലോ. ഞാൻ വിട്ടു, ഞാൻ ചോദിക്കുന്നില്ല. നമ്മളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് തീവ്രമായ ആഗ്രഹമാണെങ്കിൽ, പ്രകൃതി, ദൈവം അത് സാധിച്ചു തരുമെന്ന്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. അതെ. അപ്പം നമ്മൾ ചെയ്തതൊക്കെയും മറ്റാരുടെയും പേരിൽ അതങ്ങ് പുറത്തായിട്ടുണ്ടെങ്കിൽ നമ്മളെന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മൾ ചെയ്ത ഒരു കാര്യം അത് പുറത്തു വന്നു, അത് ആരുടെ പേരിലായാലും എന്താ? പക്ഷെ മനുഷ്യനല്ലേ സുരേഷ്, എല്ലാവരും ആഗ്രഹിക്കില്ലേ? ഇപ്പം 100 ആയിരക്കണക്കിന് പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുന്ന ശ്രോതാക്കൾക്കോ മറ്റയാളുടെ പേരാണ് മനസ്സിലുള്ളതെങ്കിലും അയാൾക്കറിയാമല്ലോ അത് ആരുടേതാണെന്ന്. അറിയാമല്ലോ. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരവും നമുക്ക് കിട്ടുന്ന അംഗീകാരമല്ലേ? അയാൾക്കറിയാമല്ലോ. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ മലഞ്ചിക്കാടെന്ന് പറഞ്ഞ പാട്ട് ഞങ്ങളന്ന് ആൽബം ഈ കാസറ്റായിട്ട് ഇറക്കണമെന്നുള്ള താല്പര്യമായിട്ട് നടക്കുമ്പോൾ അന്ന് ആ പാട്ട് പാടിയത് വിനോദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ട്രാക്കായിട്ടാണ് അത് പിന്നീട് എടുത്തത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവനെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ എൻ്റെ ശബ്ദം മതി. പാടുന്ന കഥാപാത്രം ഞാനും കൂടി ആയതുകൊണ്ട് അത് ചേർന്ന് പോകുന്നത് കറക്റ്റ്, ആ സിങ്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പം അതുകൊണ്ടൊരു ഭയങ്കര കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന് വേണ്ടിയിട്ടൊരു പാട്ടുണ്ടാകണം, പാടിക്കാൻ വേണ്ടിയിട്ട്. അവൻ ഭയങ്കര ഭക്തിഗാനം, അവൻ ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്. ശരി. അപ്പോൾ അവർ ഭയങ്കര ഭക്തിഗാനവും സംഗീതവും. അപ്പൊ സുരേഷ് ഏട്ടാ ഈ പാട്ട് കേട്ടു, സാറ് കേട്ടു, അപ്പൊ സുരേഷ് ഏട്ടനോട് ചോദിച്ചു അഭിനയിക്കുന്നതെന്ന്? അത് കഴിഞ്ഞിട്ടാണ് സുരേഷ് ഏട്ടൻ അപ്പൊ വിചാരിച്ചു പാട്ട് മാത്രം എടുക്കാൻ വിളിച്ചത്. അഭിനയിക്കാമോ എന്നാണ് ചോദിച്ചത് സാർ എന്നോട്. അഭിനയിക്കുന്നൊന്നുമല്ല, അഭിനയിക്കാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യം എനിക്ക് പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, എങ്കിലും അത് ഏറ്റെടുക്കാൻ എനിക്കൊരു കാര്യം. ഒരിക്കലും ഒരു അഭിനേതാവാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകാൻ ആഗ്രഹിക്കുന്നത് ഒരു സഹസംവിധായകനാണ്. സഹസംവിധായകൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സംവിധായകനാവാൻ പോവുകയാണ്. ദി ഏഞ്ചൽ ഗാങ് എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സിനിമയാണ് ഞാൻ സംഗീതം. അതിൻ്റെ 2 സോങ് റെക്കോർഡിങ് കഴിഞ്ഞു. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ഞാനാണ്. അതിപ്പോൾ സൈൻ സാറിൻ്റെ കയ്യിലാണ്. അദ്ദേഹം അത് എന്തൊക്കെയോ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷൻ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളല്ല ഒരിക്കലും. ശരിക്കും സഹസംവിധായകനാവണം. സഹസംവിധായകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിനിമയെക്കുറിച്ച് കംപ്ലീറ്റ് അറിയാമെങ്കിൽ അയാൾക്കൊരു സഹസംവിധായകനാകാൻ പറ്റും, അസോസിയേറ്റ് ആകാൻ പറ്റും. പെട്ടെന്ന് പൈസയുമായിട്ട് വരുന്ന ഒരാളിന് അയാൾ തന്നെ നിർമ്മാണവും സംവിധാനവും ചെയ്യാം, അല്ലേ? പക്ഷെ അയാൾക്ക് നല്ലൊരു അസോസിയേറ്റ് ഇല്ലാതെ അയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാളാണ് സഹസംവിധായകൻ. അങ്ങനെ കുറച്ച് പേരെ എനിക്ക് സിനിമയിൽ പരിചയമുണ്ട്. ബേബി പണിക്കരുണ്ട്, വാവ കൊട്ടാരക്കരയുണ്ട്, അങ്ങനെ കുറേ പേര്, ഒരു ഷാജഹാനുണ്ട്, അങ്ങനെ കുറേ പേരെ എനിക്കറിയാം. അപ്പോൾ അവരെ പോലെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ സഹസംവിധായകർക്ക് വർഷത്തിൽ എപ്പോഴും ലൊക്കേഷനിൽ ചുറ്റിപ്പറ്റി നിൽക്കാം പല സംവിധായകരുടെ കൂടെ. അങ്ങനെ ലൊക്കേഷനിൽ എപ്പോഴും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എങ്കിലും ഞാൻ സാറിൻ്റെ കൂടെ പൂമരത്തിലൊക്കെ ഞാൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പൂമരത്തിലും പിന്നെ മാർട്ടിൻ പ്രക്കാട് സാറിൻ്റെ സിനിമയിലൊക്കെ കുറച്ചൊക്കെ അവരറിയാതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ശരി. അപ്പം അഭിനയിക്കുന്ന വെച്ചാൽ പൂർണ്ണമായിട്ട് സമ്മതിച്ചില്ല, സഹസംവിധായകനാകാനായിരുന്നു ഇഷ്ടം. അപ്പൊ എപ്പോഴും സമ്മതം ചെയ്യാമെന്ന് പറഞ്ഞു? അപ്പൊ തന്നെ ഞാൻ വേണോ അപ്പൊ എങ്കിലും പാട്ട് ഉൾപ്പെടുത്താൻ പറ്റൂ എന്ന് പറഞ്ഞു സിനിമയിൽ. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് എന്ത് കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ പാട്ടെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ ശരി, അപ്പോൾ അതിൽ നടക്കുന്ന കാര്യമല്ലെങ്കിൽ പാട്ടെങ്കിലും വരട്ടെ സിനിമയിൽ എന്ന് വിചാരിച്ച് ശരി സമ്മതിച്ചു. പിന്നെ ആ സിനിമയിൽ ഞാൻ ചെയ്തതും കാണിച്ചതൊക്കെ സാർ എനിക്ക് കാണിച്ചു തന്നതാണ്. അദ്ദേഹം മുറിക്കകത്ത് കൊണ്ടുപോയി ഇങ്ങനെ നിൽക്കണം, ചൊറിയണം വയ്ക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ സയൻസ് സാർ കാണിച്ചു തന്ന കാര്യങ്ങൾ ഞാൻ അത് ക്യാമറയുടെ മുന്നിൽ ആവർത്തിച്ചെന്നേ ഉള്ളൂ. സോ അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും സാറിന് തന്നെയാണ്. ഇപ്പൊ വലിയ സെലിബ്രിറ്റി ആയി ചേട്ടാ,
അപ്പൊ തിരിച്ച് നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷനിൽ ചെയ്യുമ്പോൾ ചേട്ടന്റെ കൂട്ടുകാര് ഇവരുടെയൊക്കെ റെസ്പോൺസും ചേട്ടൻ പഴയ പോലെ അവരോട് ഒത്ത് നടക്കുകയും ഒക്കെ ഉണ്ട്? അന്നും എനിക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരെ കൂടെ ഞാൻ നടക്കത്തുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ കൂട്ടത്തിൽ കൂട്ടുകാർക്ക് ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയും ചേട്ടൻ ഇപ്പൊ ഇഷ്ടംപോലെ ഫാൻസ് ആണ്. ഇല്ലാത്ത എനിക്കൊന്ന് യൂത്തിലെ കുട്ടികളും എല്ലാം അതിനകത്ത് ഏജ് ഇല്ല, അതുപോലെ ഫാൻസ് ആണ് ചേട്ടന്. അതൊക്കെ ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും. പിന്നെ അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ സെൽഫി എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു ചേഞ്ച് അല്ലേ ശരിക്കും നടന്നത്? അതെ. അത് ചേട്ടൻ എങ്ങനെ നോക്കിക്കാരുന്നേ? ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഞാനിപ്പോൾ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത് ശരി. അതിലൊക്കെ വളരെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ദൈവം കൊണ്ട് തരുന്നതാണ്. ഇപ്പം എത്രയോ കഴിവുള്ളവർ വേറെ ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ദൈവം ചിലപ്പോൾ അനുഗ്രഹിക്കണമെന്നില്ല. എനിക്ക് ദൈവം എന്താ ചില അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ വരപ്രസാദം കിട്ടിയതുകൊണ്ട് എനിക്കിങ്ങനെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അറിയപ്പെടുന്നു, ചെല്ലുന്നവരൊക്കെ നമ്മളെ സ്നേഹത്തോട് എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നു ഒക്കെ ചെയ്യും. പക്ഷേ ഒരു കാര്യം, എൻ്റെ കൂടെ നിന്ന് ആര് ഫോട്ടോ എടുത്തിട്ട് പോയാലും ഞാൻ അവർക്ക് കൈ കൊടുത്തിട്ടേ വിടത്തുള്ളൂ. കാര്യം എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിനുള്ള ഒരു നന്ദി സൂചകമാണത്. അത് അവർക്കറിയില്ല. ഇപ്പം എല്ലാവർക്കും അറിയാവേ. ഞാൻ അങ്ങനെ ആര് വന്നാലും ഞാൻ കൈ കൊടുത്തിട്ട് അതെ ഞാൻ അവരെ വിടുള്ളൂ. അത് നല്ലല്ലേ? അത് നമുക്ക് ഒരു തന്നെ അവരെ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ. ഈ അടുത്ത കാലത്ത് ഞാൻ നടൻ്റെ പേരൊന്നും പറയില്ല, ഒരു നടൻ്റെ കൂടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള ഒരു പയ്യൻ ഒരു സെൽഫി എടുത്തു. എന്നിട്ട് അത് വാട്സാപ്പിലിട്ട്, ഇദ്ദേഹത്തിന് ഇന്ന് നല്ല ദിനമാണ്, എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ഇദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും അങ്ങ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഒരാളല്ലേ ഉള്ളൂ, നമ്മൾ ഒരാളല്ലേ ഉള്ളൂ. എത്രയോ പേര് നമ്മുടെ കൂടെ നിന്ന് എടുക്കുന്നു. ആ ചിലപ്പോൾ ഇന്ന് ഫോട്ടോ എടുക്കുന്നവരെ നമ്മൾ പിന്നീട് കണ്ടെന്ന് തന്നെ വരില്ല, ഒത്തിരി പേര്. പക്ഷെ ഞാനും എൻ്റെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ കുറേ പേരൊക്കെ അത് അയച്ചു തരാറുണ്ട്. കുട്ടികളാണ് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ എനിക്ക് അത് സൗകര്യമുള്ള സ്ഥലമാണ്, സമയമാണ്, ക്യാമറ ഓഫ് അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷം ഞാൻ അവരെ വിടത്തുള്ളൂ. ശരിയാ. ഇനി എന്നാ ചേട്ടാ ഷൂട്ട് തുടങ്ങുന്ന ഈ ഏഞ്ചലിൻ്റെ പടം? ഏഞ്ചലിൻ്റെ പടം മാർച്ചിൽ തുടങ്ങാനായിരുന്നു ഞാൻ സാറിനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ആനിമേഷൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അനിമേഷനും ഗ്രാഫിക്സും ഒക്കെ അത് കുട്ടികളുടെ സിനിമയാകുമ്പോൾ അത് കുറച്ച് അത്യാവശ്യമായ ഘടകങ്ങളാണ്. പക്ഷേ എന്ന് കരുതി അതൊരു തീരെ കുട്ടികളുടെ സിനിമയല്ല, മുതിർന്നവർക്കും അതിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ വർക്ക് ഒക്കെ ആയിട്ട് സാറിപ്പോൾ ബോംബെയിലും കണ്ടു ഒരു ഹിന്ദി പടത്തിൻ്റെ എന്തോ വർക്ക്. അപ്പോൾ സാറ് വന്നിട്ട് അപ്പോൾ സ്ക്രിപ്റ്റ് സാറിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് തന്നെ വളരെ വലിയ കാര്യമാണ്. ഒന്നുകൂടെ വായിക്കണമെന്നും പറഞ്ഞു എന്നോട്. അതിനെ ഒരു കാര്യം വായിച്ചിട്ട് അത് പിന്നെ ഒന്നുകൂടി വായിക്കണമെന്ന് പറയുമ്പോൾ അത് താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒന്നുകൂടി വായിക്കാൻ വേണ്ടിയിട്ട് സാറിന് ഞാൻ സമയം കൊടുത്തിരിക്കുക. അങ്ങനെ സുരേഷ് ചേട്ടന് ഏറ്റവും കിട്ടിയൊരു ബ്ലെസ്സിങ് എന്താണെന്നറിയാം സുരേഷ് ചേട്ടാ? ശരിക്കും നമ്മുടെ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ നിന്ന് എന്താ പറയുക വർക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ നമ്മുടെ കമലഹാസൻ സാറുമായിട്ട് സംസാരിക്കാൻ പറ്റി. ചേട്ടാ എങ്ങനെ അവരോടൊക്കെ വർത്താനം പറയും? എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടും ക്യൂരിയോസിറ്റിയും കൊണ്ട് ചോദിക്കുക. അവരൊക്കെ മനുഷ്യരാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു സൂപ്പർ സ്റ്റാർസിനെയൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയിൽ തന്നെ അദ്ദേഹം വന്നില്ലേ, അപ്പൊ ചേട്ടാ എങ്ങനെ വർത്താനം പറഞ്ഞു? അവിടെ നിന്ന് എല്ലാവർക്കും കമൽ സാറിനെ കണ്ടപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തലേ ദിവസം തന്നെ ഈ പാട്ടിങ്ങനെ പാടണം, എല്ലാവരും പാട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ശരിക്കും പഴയ കാലത്ത് ഒരു കമലഹാസനായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കമൽ സാർ വന്നപ്പോൾ എനിക്ക് വളരെ ഫീലിംഗ് തോന്നില്ല. കാര്യം ഞാനും കമലഹാസനാണ്. അങ്ങനെയാണ് എൻ്റെ വേഷമൊക്കെ, പാൻറ് ഷർട്ടും ഈ മാടപ്രാവേവ എന്ന പാട്ട് പാടണം. അപ്പോൾ ഞാനൊരു കമലഹാസനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും കമൽ സാർ കയറി വന്നപ്പോൾ എനിക്ക് ഒന്നും തോന്നില്ല പ്രത്യേകിച്ച്. പക്ഷേ ഒരു ഉള്ളിലൊരു ഞടുക്കമുണ്ടായി. കാര്യം ഇനി ഈ പാട്ട് പാടി ഡാൻസ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലാണല്ലോ, അപ്പോൾ ഇദ്ദേഹം ഇനി എന്ത് പറയുന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കമൽ സാർ എന്നെ കെട്ടിപ്പിടിച്ച് അടുത്ത് ഇരുത്തി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ്. ഞാൻ അടുത്തിരുന്നില്ല, ഞാൻ മാറി. ഞാൻ അടുത്തിരുന്നില്ല, മാറി. എങ്കിലും കമൽ സാറിനെ അവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല. കണ്ടപ്പോൾ അദ്ദേഹം പോയി കഴിയുന്നവരേക്കും ഞങ്ങൾക്ക് ആർക്കൊന്നും വേറൊരു ലോകത്തായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും അയ്യോ ഇത് ചോദിക്കായിരുന്നു അത് ചോദിക്കായിരുന്നു എന്ന് നമുക്ക് തോന്നി. അതാ ഞാനിപ്പോ ചോദിച്ചത്, അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിക്കാൻ തോന്നിയോ വല്ലോ? ശരിക്കും ബിഗ് ബോസിൽ ആ ദിവസം വരയ്ക്കും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണം
ഞാൻ പൂർണ്ണമായും 100 ദിവസം നിൽക്കാൻ പോയ ഒരാളല്ല. 10-20 ദിവസത്തേക്കെന്ന് പറഞ്ഞ് പോയതാണ്. കുറച്ച് പാട്ടൊക്കെ പാടി തമാശയൊക്കെ കാണിച്ചിട്ട് വരാമെന്ന് കരുതിയ പോയി. അപ്പം ഞാൻ പോകുമ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരവിടെ ഉണ്ടായിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയൊക്കെ ആയിരുന്നു. പക്ഷേ ലാലേട്ടൻ എപ്പോഴും പറയും, ഇവിടെ നിന്ന് പോയാൽ അതിനെക്കാട്ടി നല്ല കാര്യങ്ങളല്ലേ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർത്തി. ശരിക്കും കമൽ സാർ വന്ന് പോയതിനു ശേഷമാണ് കുറച്ചുകൂടെ എന്താണ് ആ ഷോയുടെ ഇതൊന്നും മനസ്സിലാക്കാൻ കാര്യം. ഞങ്ങൾ അതിനകത്ത് കിടക്കുന്ന അത്രയും ആൾക്കാർ അവർ തന്നെയാണ് സമൂഹം എന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ അതിനോടുള്ള ഒരു ഡീപ്നെസ് വന്നത്. സുരേഷ് ഏട്ടൻ അഭിനയത്തിൽ നിന്നും തീർച്ചയായും വ്യത്യാസമായ റിയാലിറ്റി ഷോയിലേക്കാണ് പോയത്. അപ്പൊ ശരിക്കും അതിനകത്ത് എന്ത് തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല, ഒരു തയ്യാറെടുപ്പില്ല. ഞാൻ 20 ദിവസം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. എന്തായാലും പോയി പേളിനെ ശ്രീനിഷിനെ കെട്ടിച്ചു. അവര് എന്താ പറയുന്നത്, അവരെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയല്ലേ. അവരിപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട് അവർക്ക്. അതായിരിക്കും അടുത്ത മാസം കല്യാണം. സുരേഷ് ഏട്ടൻ ഇനി വേറെ പ്രോജക്ട്സ് ഇപ്പൊ പറഞ്ഞതല്ലാതെ ഇനി അടുത്തത് അഭിനയിക്കാൻ പോകുന്നു, അത് ഡയറക്ഷനിലേക്ക് തിരിയാൻ പോകുന്നു? ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പരോൾ എന്ന സിനിമയിൽ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് എഴുതി പാടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാലേട്ടനുമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ 1-2 പേര് വിളിച്ചിട്ടുണ്ട്. ഒരു ഏപ്രിൽ മെയ് മാസം കൊണ്ട് തുടങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ത്രില്ലിൽ നിൽക്കുകയാണ്. അതെ, ഇപ്പൊ ലാൽ സാറുമായിട്ട് ഇപ്പോൾ ഒരു വലിയ ഷോ കഴിഞ്ഞ ഇതല്ലേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഏട്ടന് നല്ല അടുപ്പമുണ്ട് ലാൽ സാറുമായിട്ട്. നല്ല അടുപ്പമുണ്ട്, എന്നോട് നല്ല സ്നേഹമാണ്. പക്ഷെ നമ്മൾ ആ സ്നേഹം നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ നിന്ന് അഭിനയിക്കണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ മമ്മൂക്കയോട് അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ചോദിച്ചു, ഷോർട്ട് ചോദിച്ചു, ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെ കൈ കാണിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല എൻകറേജിങ് ആയിരുന്നു. അപ്പൊ ഇനി ലാൽ സാറിന് എന്നാ തുടങ്ങുന്നത്? അത് അവർ വിളിച്ചവർ പറഞ്ഞത് ഏപ്രിൽ മെയ് മാസം എന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ ദൈവം തമ്പുരാന്റെ എന്താ തീരുമാനിക്കുന്നതെന്ന്. സുരേഷ് ഏട്ടൻ ഇപ്പൊ എഴുതിയ പാട്ടല്ലാതെ നമ്മുടെ സിനിമയിലൊക്കെ ഹിറ്റ് ആവുന്ന പാട്ട് ഏതായാലും സുരേഷ് ഏട്ടൻ പാട്ടത്തില്ലേ? ചെറിയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ നല്ല തുടങ്ങി വന്നത്. ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരൂ. കാടുകൾ കളിവീടുകൾ, കാടുകൾ കളിവീടുകൾ, കതിരിട്ട മാനവ സംസ്കാരത്തിൻ വാടികൾ, പൂമ്പാടികൾ, വള്ളിത്തൊട്ടിലുകൾ, കാടുകൾ കളിവീടുകൾ, ഇങ്ങനെ തുടങ്ങുന്ന പാട്ട്. ഇതൊക്കെ ഞാൻ തന്നെ വിളി അധികം പാടാത്ത. എൻ്റെ പാട്ട് പാടിയാൽ അതിലെ സംഗതി പോയി അവിടെ കുറഞ്ഞു ആരും പറയില്ല. മറ്റേ പാട്ടുകൾ പാടി കഴിഞ്ഞാൽ പാടി കുളവാക്കിയെന്ന് പറയും. ഒന്നും പറയില്ല. സുരേഷ് ഏട്ടാ, നമുക്കൊരു വ്യക്തി ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞാൽ ആരും കുറ്റം പറയില്ല. ഞാൻ ആദ്യം സിനിമാ പാട്ടുകൾ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഒത്തിരി നമ്മൾ എപ്പോഴും കൂട്ടുകൂടുമ്പോൾ. ഈ മാടപ്രാവേ അറിയോ? മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. ഞാൻ കമൽ സാറിന്റെ മുമ്പ് ഇങ്ങനെ അവിടെ നിന്നു. അങ്ങനെ അദ്ദേഹം കാണിച്ച പോലെ തന്നെ സുരേഷ് ഏട്ടാ ചെയ്തു. ഓക്കെ, സുരേഷ് ഏട്ടാ സാധാരണ ഒരു വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുമ്പോൾ നമ്മളെ 10 പേര് അറിഞ്ഞു വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മേക്ക് ഓവർ ഉണ്ട്. അതായത് മൊത്തം നമ്മുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ഒന്ന് മാറ്റുക. സുരേഷ് ഏട്ടാ അങ്ങനെ മാറണം എന്നും പുതിയ പല്ലൊക്കെ വെക്കണം എന്നൊക്കെ തോന്നിയേ? ഇല്ല. അതെന്താ സുരേഷ് ഏട്ടാ? പല്ല് വെച്ച് കഴിഞ്ഞാൽ ആരും സിനിമയിൽ വിളിക്കാനല്ലേ? പല്ലില്ലാത്തോണ്ടാണോ വിളിക്കുന്നത്? അല്ല, ശരിക്കും അങ്ങനെ പറയും, നല്ലൊരു മേക്ക് ഓവർ. പല്ലുണ്ടായിരുന്നെങ്കിൽ സാർ എന്നെ സിനിമയിൽ എടുക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പാട്ട് മാത്രമേ എടുക്കുള്ളായിരുന്നു. പല്ലും കൂടെ ഇല്ലാത്തതുകൊണ്ട് പല്ലില്ലാത്തതാണ് സുരേഷ് ഏട്ടൻ്റെ ഗ്ലാമർ. സാർ അതാണ് മമ്മൂക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല്ല് വയ്ക്കണം വെച്ച് ഞാൻ പല്ല് വെച്ച ചാൻസ് ഒക്കെ പോകില്ല എന്ന് വെച്ചു. അങ്ങനെയൊന്നും പോകില്ല. പണ്ടൊരു നടൻ ഉണ്ടായിരുന്നു, പുള്ളി പൂർണ്ണ കഷണ്ടിക്കാരനായിരുന്നു. പുള്ളി പിന്നെ വിഗ്ഗൊക്കെ വെച്ച് അഭിനയിച്ച് മലയാളത്തെ സൂപ്പർ സ്റ്റാർ വരെ ആയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അല്ല ശരിക്കും ഈ പല്ല് എങ്ങനെ പോയി സുരേഷ് ഏട്ടാ? മുറുക്കാൻ വെച്ചായിരിക്കും ഇത്. ഞാൻ പറയട്ടെ? പറയൂ. ഇതെന്താ സാധനം? അത് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. എന്താ സുരേഷ് ഏട്ടാ? ഇതുപോലെ ഒരു സാധനം കുടിച്ച് മണ്ട കറങ്ങി വണ്ടി ഓടിച്ച ഇതുപോലൊരു സാധനം കുടിച്ച്
വെച്ച് വണ്ടി ഓടിച്ചോ? വണ്ടി ഓടിച്ചിട്ട് രാത്രിക്ക്. രാത്രിക്ക്. ആ തിരിച്ച് ബോധം വന്നപ്പോൾ പല്ലില്ല. ആ തിരിച്ച് പോകുന്നതല്ല, അപ്പോൾ പല്ല് എനിക്കറിയാം എൻ്റെ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതെന്നറിയാം. അപ്പോൾ തന്നെ അവിടെ മറ്റേ ഈ 108 വണ്ടി, ആ വണ്ടി കണ്ടുപിടിച്ചാണ് സമ്മതിക്കും. പോലീസൊക്കെ അവിടെ എത്തി. തിരുവനന്തപുരത്ത് വെച്ചാ? ആ നമ്മുടെ ഫ്ലൈഓവർ തമ്പാനൂർ മനസ്സിലായി. അതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു. പിന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ രാവിലെ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു ഹോസ്പിറ്റലിൽ. ഇത്രയും വയ്യാതായിട്ടോ? മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളാണല്ലോ. അപ്പോൾ പോലീസ് കേസുകളൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയതാണ്. സുരേഷ് ചേട്ടൻ അഭിനയിച്ച പടം അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പാട്ട് എഴുതി കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഇനി പറഞ്ഞാൽ എഴുതി കൊടുക്കാൻ പോകുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ചോദിക്കുമ്പോഴേ പറയുന്നു, എല്ലാം പറയാതിരിക്കുക. അതിപ്പോൾ നടന്നാലല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ചെയ്യാൻ പോണ കാര്യം അല്ല, എന്നാലും ചുരുക്കം ഒരു ഞാൻ ഇന്ന പോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ സുരേഷ് ചേട്ടാ? അതിപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒളിച്ചിട്ടില്ലല്ലോ. ചോദിച്ചപ്പോൾ ഒളിച്ചിട്ടില്ലല്ലോ, പറഞ്ഞല്ലോ. എന്തോ സുരേഷ് ചേട്ടാ. അതല്ല, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം വരും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്നാലും സുരേഷ് ചേട്ടന് ഞങ്ങൾ എല്ലാവരുടെയും വീട്ടില്, ഞങ്ങളുടെ എല്ലാ മലയാളി പ്രേക്ഷകരുടെയും വീട്ടിലെ ഒരു അംഗമാണ്. ഞാൻ യൂണിയനിൽ ജോലി ചെയ്യുമ്പോൾ, സിനിമയിൽ തൊട്ട് മുമ്പ് യൂണിയനിൽ വരുമ്പോൾ, യൂണിയനിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ പാട്ട് എഴുതും, കഥ എഴുതും എന്നുള്ള. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. അറിയാവുന്ന ചില കൂട്ടുകാരുണ്ട്, അവരുമായിട്ടാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത്. അവരത് പാട്ട് കേട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവരത് കഥ വായിച്ച് കഴിയുമ്പോഴോ അപ്പോൾ എൻ്റെ ജോലി അവിടെ തീരുന്നു. പിന്നെ ഞാൻ പുതിയ പാട്ട് എഴുതാനോ അല്ലെങ്കിൽ പുതിയ കഥയ്ക്കോ അങ്ങനെ ഇതായിട്ട് പോവുക. ഇത് അല്ലെങ്കിൽ അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ പാട്ട് എഴുതുന്ന കാര്യം. അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ പാട്ട് എഴുതുമെന്നോ പാട്ട് പാടുമെന്നുള്ള കാര്യം. അത് ബിഗ് ബോസ് ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞ അതിലെ പാട്ടൊക്കെ കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് അറിയുന്നത്. സുരേഷിന്റെ ഫാമിലി, അമ്മ, ഞങ്ങൾ 6 പേരാണ്. എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ 4 അനുജത്തിമാർ. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ആണായിട്ടുള്ളൂ. പിന്നെ ചേച്ചി ഇടയ്ക്ക് മരിച്ചു, ഒരു 2 മാസം ആകത്തുള്ളൂ. ബാക്കിയപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. എല്ലാവരും മറ്റുള്ളവരെല്ലാവരും വിവാഹിതരായി, അടുത്തൊക്കെ തന്നെയാണ് താമസം. കല്യാണം കഴിക്കാൻ ഞാനിപ്പോൾ ഉടനെ ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, ഡയറക്ഷൻ്റെ, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാരും വിളിക്കണേ കല്യാണത്തിന്, ഉറപ്പാണ്. നാട്ടുകാരെല്ലാരും കേട്ടോണ്ടിരിക്കുവാന്നേ. ഇത് ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാണോ പറഞ്ഞേ? അല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ പടം കഴിഞ്ഞ കല്യാണം കഴിക്കുന്നത്? ഈ പടം കഴിഞ്ഞ കല്യാണം കഴിക്കണമെന്നുള്ളൊരു റിലീസിന് മുന്നേ അങ്ങനെ സംഭവിക്കുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈശ്വര നിശ്ചയം. അതെ, ഈശ്വര നിശ്ചയം. അപ്പൊ കണ്ടുവച്ചിട്ടുണ്ടെന്നറിയ ഉറപ്പായി. കണ്ടുകൊണ്ട് സൈലൻസ് ഉണ്ട്. എന്നാ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ഞങ്ങളൊന്ന് കേട്ടോട്ടെ സുരേഷ് ചേട്ടാ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെയല്ല, ഒരു പെൺകുട്ടിയായിട്ട് ഒരു എന്താ പറയുക, ചെറിയ അടുപ്പമുണ്ട്. കല്യാണം കഴിക്കാനുള്ള തീരുമാനം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഒരാളുടെ മാത്രം കാര്യമില്ലല്ലോ, രണ്ടുപേരും കൂടെ ആലോചിക്കുമ്പോഴേ അത് വരത്തുള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരി എന്തോ പറയുക തിരക്കിലാണ്. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. കാര്യം ഞാനിപ്പം വിവാഹം കഴിഞ്ഞ ആണുങ്ങളെ പൂട്ടിയിടയിലേ ചെയ്യാം. ആണുങ്ങളുടേതായിട്ട് എന്തെങ്കിലും കാര്യം നടക്കൂ? അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ചുമ്മാ ഇങ്ങനെ കുറെ അതെ, ഞാൻ പറയാം, ജീവിതത്തിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ ഒരാളിനാണെങ്കിൽ അത് ഓക്കെ, ദർശകം. ഇപ്പം ഒന്നും ആകാതെ നിൽക്കുന്ന ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞാൽ അയാൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കുടുംബത്തിന് ചിലവ് കൊടുക്കാതെയാണ് അയാൾ ക്രിയേറ്റീവ് ചെയ്യുന്നത്. എന്താ അർത്ഥമുള്ളത്? ക്രിയേറ്റീവ് ചെയ്യുന്ന ഒരാൾ അയാൾ കുടുംബം നോക്കാതെയാണ് അയാൾ ചുമ്മാ എഴുതുകയാണ്, പാടുകയാണ്, പാട്ട് പാടുകയാണ്, നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, കുടുംബം നോക്കണം. ഞാൻ ഇതിനു മുമ്പേ കല്യാണം കഴിഞ്ഞെങ്കിൽ എത്രയോ ഡൈവേഴ്സ് ആയിപ്പോയാണ് സത്യം. കാര്യം ഞാൻ അത്രയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ആളൊന്നുമില്ല സത്യത്തിൽ. എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ല. അപ്പം ഒരു വിവാഹ ജീവിതമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിങ്ങനെ ആയിത്തീരില്ല സത്യം. കാര്യം ഞാൻ കുടുംബത്തെ വഞ്ചിക്കല്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബം നോക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം. ഈശ്വരന് വിട്ടുകൊടുക്കാം. അപ്പോൾ ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോകാം. ഓക്കെ.